ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മര്യാദകളെ കാണിച്ചിട്ടും ഇത് പരിഹസിക്കുന്നോ? ഇവളെ മേലി വീട്ടിൽ കണ്ടോ? ഇനി ഇവിടുന്ന് വലിയ ഷോ കാണിച്ചാ എന്റെ കൈയുടെ ചൂട് നീ അറിയും. എന്റെ ഈശ്വരൻ, എന്റെ ദൈവമേ, എന്റെ മോനോട് ഞാൻ എന്ത് മറുപടി പറയും? ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ നിൽക്കുന്നേ. ഞാനും അമ്മയുടെ മോള് തന്നെ അല്ലേ? നിങ്ങളുടെ എല്ലാവരുടെ സമ്മതത്തോടു കൂടി ഞങ്ങൾ ഒരു കാര്യം കൂടെ തീരുമാനിച്ചു. ഇന്നു മുതൽ ഇവിടെ താമസിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അത് നടക്കില്ല. അമ്മേ, പോലീസ് ക്വാർട്ടേഴ്സിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അത് മാത്രമല്ല, ഞാൻ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോ ഇവൾ ഒറ്റയ്ക്കാവും. അതൊക്കെ നിങ്ങളുടെ കാര്യം. എന്തിനാ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകുന്നത്? ഇവളെ നിന്റെ വീട്ടിൽ കൊണ്ടുപോ. സാധാരണ കല്യാണം കഴിച്ച ഭാര്യമാരെ സ്വന്തം വീട്ടിലേക്കല്ലേ കൊണ്ടുപോകുന്നത്? വിളക്ക് തന്നെ ഇങ്ങോട്ട് കയറ്റിയെന്ന് കരുതി ഇവിടെ സ്ഥിരതാമസാക്കാനൊന്നും പറ്റില്ല. നിന്റെ സാധനങ്ങൾ എടുക്കാനുള്ളൊക്കെ എടുത്ത് ഇവന്റെ കൂടെ സ്ഥലം വിട്ടോണം. ഇങ്ങനൊന്നും പറയാതമ്മേ. അമ്മ പോയി കുറച്ച് പാല് കാച്ചു കൊണ്ടുവാ. നമുക്ക് മധുരം കൊടുക്കണ്ടേ? പിന്നെ മധുരം? ഇവന് ഇവൾക്കും പാല് കാച്ചി കൊടുക്കാനേ എനിക്ക് സൗകര്യമില്ല. അവൻ വന്നു. ഇനി അവൻ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന്. നീ ഇത് കണ്ടോടാ, ഇവിടെ നമ്മളെ ചതിച്ചു. ഈ നിമിഷം ഇവനെ വിളിച്ചോണ്ട് നീ ഇവിടുന്ന് ഇറങ്ങിക്കണം. ഞാനെങ്ങും പോകത്തില്ല. ഇതെന്റെയും കൂടി വീടാ. എന്ത് ധൈര്യത്തിലാടി ഈ മര്യാദകൾ കാണിച്ചത് നീ ഇങ്ങോട്ട് കയറി വന്നത്? ഗൂഗിൾ പ്ലീസ്. എടോ, ഇത് താൻ കരുതുന്ന പോലല്ല. ഈ കുടുംബത്തിന്റെ സമാധാനം തീർക്കാനുള്ള പുറപ്പാടില്ല രണ്ടും കൂടി. എന്താളിയത്? ഇതാളിയുടെ പെങ്ങളല്ലേ? ഞാൻ അവളുടെ ഹസ്ബൻഡ് അല്ലേ? നീ എന്നെ അളിയാന്ന് വിളിക്കരുത്. അളിയനെ പിന്നെ അളിയാന്നല്ലാതെ എന്താ അളിയാ വിളിക്കേണ്ടത്? അളിയൻ എന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇവിടെ വന്ന് നിങ്ങളോടെല്ലാം സംസാരിച്ചതല്ലേ? മാന്യമായിട്ട് പെണ്ണും ചോദിച്ചു. എന്നിട്ടും നിങ്ങൾ ആരും കേട്ടില്ല. ഇപ്പോഴും ഞാനിങ്ങനെ ചെയ്യില്ലായിരുന്നു. പക്ഷെ എന്നെ കല്യാണം കഴിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നത് അളിയന്റെ ഈ പെങ്ങളാ. അത് നിഷേധിക്കാൻ എനിക്ക് പറ്റില്ല അളിയാ. മര്യാദകളെ കാണിച്ചിട്ടും ഇത് പരിഹസിക്കുന്നോ? ഇവളെ മേലി വീട്ടിൽ കണ്ടോ? ഇനി ഇവിടുന്ന് വലിയ ഷോ കാണിച്ചാ എന്റെ കൈയുടെ ചൂട് നീ അറിയും. രാജു എന്റെ ഹസ്ബൻഡാ. മര്യാദയ്ക്ക് കൈയെടുത്തേ. മാറി നിൽക്കടി. എന്താ ഷോ ഇങ്ങോട്ട് കാണിക്കല്ലേ അളിയാ?
കാണിച്ച ഗൂഗിൾ വേണ്ട ഗൂഗിൾ ഗൂഗിൾ പ്ലീസ് ഗൂഗിൾ ഗൂഗിൾ എന്തേ കാണിക്കട്ടെ ഒന്ന് മതിയാക്കേണ്ട നിർത്ത് എന്തൊരു നാണക്കേടാ ഇത് പരസ്പരം തല്ലിയിട്ടാണോ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നേ വിട് ഗൂഗിൾ വിട് നമ്മൾ തമ്മിലൊരു കയ്യങ്കളി വേണോ അളിയ? അളിയന് നിർബന്ധമാണെന്ന് വെച്ചാ ഞാനും പിന്നെ പിന്നോട്ട് മാറത്തില്ല. പോലീസുകാരന്റെ സ്വഭാവം അറിയാലോ, നാറിയ പിന്നെ പരമ നാറിയ. എന്നെ പോലെ തറയാവാൻ അളിയന് പറ്റത്തില്ല. എങ്കിൽ പിന്നെ തറയാവടാ നീ. ആവടാ. ഞാൻ നിർബന്ധിച്ചിട്ടാ അമ്മ അവരെ വിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റിയത്. അങ്ങനെയാണെങ്കിൽ എന്നെ ഗൂഗിളിൽ പുറത്തിറക്കി വിട്. മോനെ മോനെ വേണ്ട, ഇങ്ങോട്ട് വാ, ഞാൻ പറയടാ. ഇങ്ങോട്ട് വാ. വാ. അങ്ങനെ ആ കടമ്പ കടന്നു കിട്ടി. ഗൃഹപ്രവേശം കഴിഞ്ഞു. ഇനി നേരെ നമ്മുടെ റൂമിലേക്ക് പോവാം. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ടാവാം. മോനെ പറയട്ടെ. ഇങ്ങോട്ട് വാ. എന്റെ സമ്മതമില്ലാതെ ഇവിടെ കയറി താമസിക്കാൻ രണ്ടെണ്ണം കരുതണ്ട. മോനെ അമ്മ പറയുന്നത് നീ കേക്ക്. വിടമ്മേ. ഗൂഗിൾ പുറത്ത് ആരെങ്കിലും അറിഞ്ഞാ ഇത് നമുക്ക് നാണക്കേടാ. നാണക്കേട് ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുന്ന അവളല്ലേ? നിങ്ങളെന്താ അവളോട് ചോദിക്കാത്തത്? സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിച്ചിട്ടും അവളെന്താ ഇങ്ങോട്ട് കയറി വന്നത്? അവക്ക് അവന്റെ വീട്ടിലേക്ക് പോകാറുന്നല്ലോ. ഗൂഗിൾ പ്ലീസ്, നടക്കാനുള്ളതൊക്കെ നടന്നു. ഇനി അതിന്റെ പേരിൽ വഴക്കിടുകയാണോ വേണ്ടത്? അത് ഗൂഗിളിന്റെ സഹോദരിയാ. അവരെന്തെങ്കിലും പറഞ്ഞ് ഇല്ലാതായി പോകുന്നതാണോ നിന്റെ അഭിമാനം? ഈ സമയത്ത് നമ്മൾ അവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഇടയിൽ നമ്മൾ നാണം കെടും. ദയവ് ചെയ്ത് ഗൂഗിൾ ഒന്നും മിണ്ടാതിരിക്കുക. എനിക്കിതങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല, ക്ഷമിക്കാനും പറ്റില്ല. മോളെ ഗൂഗിൾ എന്തായാലും അവര് രജിസ്റ്റർ മാരേജ് ചെയ്തു. ഇനി അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. ശിശിരിച്ച് പറഞ്ഞ പോലെ ഇത് ചേച്ചിയുടെയും കൂടി വീടല്ലേ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഭാവിയിൽ സംഭവിക്കുന്നെങ്കിലോ? ശിശിരിച്ച് പ്രതീക്ഷിക്കുന്ന പോലെ അവരുടെ ജീവിതം നന്നായിട്ട് തന്നെ വന്നാലോ? ഗൂഗിൾ അവരുടെ തീരുമാനത്തിന്റെ തെറ്റ് ശരിയെല്ലാം അവര് തന്നെ അനുഭവിക്കട്ടെ. നാളെ നമ്മൾ കാരണം അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ ഇടവരരുത്.